ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. കേരള മുസ്ലിങ്ങളുടെ ആത്മീയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് തേജോമയമായ നേത്രലാവണ്യത്തിന്റെ കുളിര് കോരിയിട്ടിരുന്ന മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും ഇന്ത്യൻ മുസൽമാന്റെ ചടുലതയാർന്ന അതിജീവനത്തിന്റെ അശ്വമേധം ആർജവത്തോടെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഖമറുൽ ഉലമ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരെയും ഗൾഫ് രാജ്യങ്ങളിൽ ബഹുദൈവാരാധനയുടെ ഉപാസകരായി പരിചയപ്പെടുത്തുന്ന അതിനികൃഷ്ടമായ ചാരവൃത്തി നടത്തി മതവിരോധികളുടെ അച്ചാരം വാങ്ങി തടിച്ചു കൊഴുക്കുന്ന മുജാഹിദ് മതം നാൾക്കുനാൾ അതിദാരുണമായി സ്വയം പരിഹാസ്യമാവുകയാണ്. حتى إن رئيس هذا المركز أيضا من دعاة الطقوس الباطلة يأتي الناس إلى منزله للتبرك ولشراء التمائم والتولى وإنه وأسرته من أنصار البدع والخرافات في ربوع كيللا مع أنه سياسي معروف. ഞാൻ ഒരു കാര്യം പറയട്ടെ, ജോർജ് ഡബ്ല്യു ബുഷ് ഒന്നല്ല ഇസ്ലാമിന്റെ ശത്രു. പാറന്നൂർ പി.പി. മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉൾക്കൊള്ളുന്ന കാന്തപുരം സുന്നികളാണ് കേരളത്തിൽ ഇസ്ലാമിന്റെ പിശാച് കഴിഞ്ഞ ഏറ്റവും വലിയ ശത്രു. കാരണം ഇവരുടെ വിശ്വാസത്തിൽ ജീവിച്ചവനൊക്കെ നരകത്തില്ല. RSSകാർക്ക് ഒന്നാം സ്വർഗത്ത് പോകും മുസ്ലിമാണെങ്കിൽ. ബോംബിട്ടിട്ട് ആ പ്രദേശത്തെ മുസ്ലിങ്ങളൊക്കെ മരിച്ചവര് രക്തസാക്ഷികളാ. പക്ഷെ സുന്നി വിശ്വാസം അനുസരിച്ച് മരിച്ച ആജീവനാന്തം നരകത്തില്ല. അപ്പൊ ആരാ ഏറ്റവും വലിയ ശത്രു? ആരാ ഏറ്റവും വലിയ ശത്രു? ചൂഷണ മനസ്ഥിതി, അടിമത്തം ഉണ്ടാക്കുന്ന മനസ്ഥിതി, ഉടമത്ത മനസ്ഥിതി ആർക്കൊക്കെ വരുന്നറിയാമോ? ഈ കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിൽ കത്തിത്തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് നിത്യ ഗുരു നിത്യ ചൈതന്യയതി. പേര് നോക്കണേ, മാതാപിതാക്കളിട്ട പേരല്ല, രാജ്യം സമ്മാനിച്ച പേരല്ല. ശ്രീ ശ്രീ കാമകോടി മഠാധിപർ അല്ലേ? ശ്രീ 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 18 ശ്രീ ആചാര്യ രവിശങ്കർ, ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മനസ്സിലായോ? പേരുകൾ കൊണ്ട് വലുതാവുക. ആര്? ജനങ്ങൾ വലുതാക്കുകയാണ്, മറ്റുള്ളവർ വലുതാക്കുകയാണ്. ഇന്നുള്ള ഉലമ ഇന്നവർ കളിയാക്കി, രണ്ടാമതായി മുൻഗാമിയെ കളവാക്കി, ഇമാമുമാരെ പുച്ഛമായി തള്ളുന്നു, വിലായത്തുള്ളവരെ നിഷേധിക്കുന്നു, അസ്ഹാബുമാരെ പിന്നത തള്ളുന്നു, അവസാനമായി നബിയെ തരം താഴ്ത്തുന്നു, പിന്നീട് ഖുർആനിനെ തബ്ദീലാക്കി, മഹത്വമുള്ളതിനൊക്കെയും ചെറുതാക്കി. തങ്ങളല്ലാത്ത മറ്റെല്ലാവരെയും വഴിപിഴച്ചവരായി മുദ്രകുത്താൻ കുൽസിത ശ്രമം നടത്തുന്ന മുജാഹിദ് മതം അതിന്റെ സംഹാര താണ്ഡവങ്ങളുടെ വിശ്വരൂപം പ്രാപിക്കുകയാണ്. ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ഇവിടുത്തെ സമസ്തക്കാര് APEK ആന ടൈഗർ ഏതായിക്കോട്ടെ, APEK ആന ടൈഗർ ഏതായിക്കോട്ടെ, ഒരൊറ്റ ആൾക്കും തെളിയിക്കാൻ കഴിയില്ല റസൂലും സഹാബത്തും പഠിപ്പിച്ച ദീനിലാണ് അവർ നിലകൊള്ളുന്നത് എന്ന്. തബ്ലീഗ് ജമാഅത്തുകാർ ശിർക്ക് പ്രചരിപ്പിക്കുന്നുണ്ടോ എന്നതിൽ ആർക്കെങ്കിലും ആർക്കും സംശയം ഉണ്ടാവുകയില്ല. അപ്പൊ മനസ്സിലാക്കിക്കോ, ഇസ്ലാം എന്ന് വേറെയാണ്, ജമാഅത്തെ ഇസ്ലാമി ഒന്ന് വേറെയാണ്. നിങ്ങൾ അറിഞ്ഞു കാണും, NDF എന്ന ഭീകരവാദ സംഘടനയെ നിലക്ക് നിർത്താൻ ഇന്ത്യൻ പാർലമെന്റിൽ ഈ നിയമനിർമ്മാണ സഭയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയുടെ ജുഡീഷ്യറി, ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ നിയമങ്ങളിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശം, ആ മൗലികാവകാശത്തെ, ഇഷ്ടമുള്ള സ്വാതന്ത്ര്യത്തെ, ഇഷ്ടമുള്ള ആദർശം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ മുസ്ലിമാണത്രേ NDF-കാരൻ, മുസ്ലിമാണത്രവൻ NDF-കാരൻ. നിങ്ങൾ ആലോചിക്കണം, പീരുക്കളല്ലേ നിങ്ങൾ ആദർശം തുറന്നു പറയുന്നവരോട് നിങ്ങൾക്ക് ദേഷ്യല്ലേ, കോപല്ലേ? ന്യായമായി പബ്ലിക്കില് ഇതുപോലെ വന്നിട്ട് നിങ്ങൾ ആദർശം പ്രസംഗിക്കുക.
ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന് RSSകാരെ നിർത്തിക്കോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, BJPക്കാരെ നിർത്തിക്കോ. പക്ഷെ ഞാൻ ചോദിക്കുന്ന NDFന്റെ രാത്രി ക്ലാസ്സിൽ നിങ്ങൾ ഇവിടുത്തെ പോലീസുകാരെ കൊണ്ടുപോയി നിർത്തുമോ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്ന ആദർശം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ? മാനവികതയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇരുട്ടിന്റെ കൂട്ടാളികളായത്? മുജാഹിദ് മതം വീഡിയോ ഡോക്യുമെന്ററി. जमाल खुदाई मोहम्मद नूर मुजस्सम या मोहम्मद नूर मुजस्सम मेरा बस बयां वो किससे मेरा बस बयां वो किससे. സ്ക്രിപ്റ്റ് UA റഷീദ്, പാലത്തറ ഗേറ്റ്. കൺസൾട്ടിംഗ് KMS തലക്കടത്തൂർ. സംവിധാനം മുഹമ്മദ് ലിയാഖത്ത് മുണ്ടക്കയം. ലോകത്ത് നിരവധി മതങ്ങളുണ്ട്. എല്ലാ മതങ്ങൾക്കും അവകളുടേതായ സ്ഥാപകരുമുണ്ട്. എന്നാൽ തികച്ചും വ്യത്യസ്തവും വൈരുദ്ധ്യാധിഷ്ഠിതവുമായ മുജാഹിദ് മതത്തിന്റെ സ്ഥാപകൻ വർഷങ്ങൾക്ക് മുമ്പേ ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രവചനത്തിന്റെ സാക്ഷാത്കാരമായി 1703 നജിദിൽ ജനിച്ച ഇബ്നു അബ്ദുൽ വഹാബാണ്. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഹിജ്റ 632 സൗദി അറേബ്യയിലെ നജിദ് എന്ന പ്രദേശത്ത് ഭൂജാതനായ പൊട്ടി മുളച്ചത് നജിദെന്ന നാട്ടിൽ നിന്ന് തന്നെയാണത്. സലഫികൾ, വഹാബികൾ, ഇസ്ലാഹികൾ, മുജാഹിദുകൾ എന്നീ പേരുകളിലാണ് ഈ മതം നാടുനീളെ വിലസുന്നത്. ഞാൻ മുജാഹിദാണ്. ചില ആൾക്കാർ നിങ്ങളെ വലിയ മുജാഹിദല്ലേ, നിങ്ങൾ മൂപ്പര് കണ്ടില്ലേ, മൂപ്പര് നിങ്ങൾ വെള്ളടിച്ചല്ലോ. പിന്നെ ഇത് പറയുന്ന മുജാഹിദുകളല്ലേ, കുറച്ച് സ്ട്രോങ് കൂടും. പിന്നെ ഇത് പറയുന്ന ഒരു മുജാഹിദും അല്ലേ, അപ്പൊ സ്ട്രോങ് കുറച്ചുകൂടി കൂടും. സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തെ അതിന്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ സലഫികൾ എന്ന് പറയാറുണ്ട്. പല കോലമിൽ ആവർക്കുള്ള പേരും വന്നതാ, വഹാബി സലഫി മുജാഹിദും പറയുന്നതാ. ഒരു പാർട്ടി കൈപ്പാല പേരുകൾ ഉണ്ടെന്ന എരപ്പന്റെ ഊടുക്കും പുതപ്പ് വിരിക്കും ഒന്നാ. ഈ മതത്തിന്റെ സ്ഥാപകനായ ഇബ്നു അബ്ദുൽ വഹാബിനോട് ചേർത്ത് വഹാബികൾ എന്ന് വിളിക്കപ്പെടുന്നത് ഈ മതവിശ്വാസികൾക്ക് വലിയ അരോചകമാണ്. ആഗോളാടിസ്ഥാനത്തിൽ പ്രചാരത്തിലുള്ള ഒട്ടുമിക്ക ഭാഷാ നിഘണ്ടുകളിലും ഒരു വിഭാഗം തീവ്രവാദികൾ എന്ന് പരിചയപ്പെടുത്തുന്ന വഹാബിസം എന്ന പേര് തങ്ങളുടെ മേലിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞുപോകില്ലെന്ന് തിരിച്ചറിഞ്ഞ മുജാഹിദ് മതത്തിലെ ചില പുതിയ നേതാക്കന്മാർ ആ പേരിന് ദുർന്യായീകരണങ്ങൾ മെനഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നാറ്റം വരുമ്പോൾ മാറ്റലുമുണ്ട്, പഴങ്ങള് പൂത്തൻ കുപ്പിയിൽ എന്നുണ്ട്. ഹിജ്രിയ കൊല്ലം 1000 ശേഷമായി 140 പിന്നെ 3 കൊല്ലമായി. അന്നാണ് ഈ പ്രസ്ഥാനമാദ്യം മുളച്ചത്. നേതൃത്വം നജിദീക്കാണ് അന്ന് ലഭിച്ചത്. ഇബ്നു അബ്ദുൽ വഹാബിനാൽ സ്ഥാപിതമായ മുജാഹിദ് മതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഇസ്ലാം മതവും മുസ്ലിം പണ്ഡിതരും വിലങ്ങുതടിയാണെന്ന് കണ്ടറിഞ്ഞ മുജാഹിദ് മതക്കാർ ഇസ്ലാം മത പണ്ഡിതരെ കൊന്നൊടുക്കുകയും
ഇസ്ലാം മത പൈതൃകങ്ങളെ തച്ചുടക്കാൻ കോപ്പുകൂട്ടുകയും ചെയ്തു. അതിന്റെ ഭാഗമായി ലോക മുസ്ലിങ്ങളുടെ ആരാധനാ ബിന്ദുവായ കഅബാലയമടക്കമുള്ള മുസ്ലിം കേന്ദ്രങ്ങൾ കൊള്ളയടിക്കുകയും നിരവധി നിരപരാധികളെ കൂട്ടക്കശാപ്പ് നടത്തുകയും ചെയ്തു. ഇസ്ലാം മത പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനുചരരായ സ്വഹാബികളടക്കമുള്ള അനേകം മഹത്തുക്കളുടെ മഖ്ബറകൾ ഇടിച്ചു നിരപ്പാക്കുകയും ചെയ്തു. ദൗലത്ത് വന്നപ്പോൾ വധം നടപ്പാക്കി ചോരപ്പുഴകൾ നാട്ടിലും പതിവാക്കി. ഇതു കാണുവാൻ കിതാബ് ദുർറിൽ നോക്കല 428 വാള്യം 3ല. ഇത് കൊണ്ട് കൊല്ലപ്പെട്ട മുസ്ലിം എത്രയാ, കണക്കൊന്ന് നോക്ക് കൂട്ടിയാൽ അത് കോടിയ. ആദർശമിത് ജമാ മുജാഹിദിനുണ്ട്, അത് കാരണം ഒറ്റിക്കൊടുക്കലുമുണ്ട്. തുർക്കിയ ഭരണത്തിന്റെ പതനം പൊന്നെ വഹാബികൾ ഒറ്റിക്കൊടുത്തത് തന്നെ. ഇന്നുള്ള പതനത്തിന് കാരണമായത് അന്നുള്ള കാരണം നിത്യമായി എന്നത്. അയൽവാസിയെ കൊല്ലേണ്ടതാണ് എന്ന് വിശ്വാസം അപകടം തന്നെയല്ലേ ഇന്ന്. ജൂദാനസ്വാറാക്കൾ അതാണേ കൂട്ടമായി മുസ്ലിംകളെ കൊല്ലുന്നു കൂട്ടം കൂട്ടമായി. മനസ്സിലായില്ലേ? കെ ഉമർ മൗലവി സാഹിബ് പറഞ്ഞിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരോട്, നിങ്ങൾക്ക് ഭരണം കിട്ടി നിങ്ങൾ എന്നെ ഗതാഗത മന്ത്രിയാക്കണോ? അപ്പൊ അവര് ചായ എന്തിനാ ഉമർ മൗലവി? ഒന്നുമില്ല, റോഡ് സൈഡിലുള്ള ദർഗയൊക്കെ ഞാൻ തൂഫാനാക്കി NH-47 ആക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിന് അധികാരം കിട്ടിയാൽ ഞങ്ങൾ ആദ്യം ചെയ്യുക ദർഗകളൊക്കെ അടിച്ചെടുത്ത് നിരത്തും. റസൂലുള്ളാഹിന്റെ ഖബർ പൊളിക്കുമെന്ന് പറയുന്ന കുബ്ബ പൊളിക്കുമെന്ന് പറഞ്ഞ മൗലവി അതോ അത് പൊളിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ടോ. സഹാബികളെ പൊളിക്കാത്ത അല്ല, സൗദി ഗവൺമെന്റ് അത് പൊളിക്കാത്ത എന്താണെന്നറിയോ? അതിന്റെ പേരിൽ കുറെ ആളുകൾ സൗദി കോൺസുലേറ്റിന് മുമ്പിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കും. റസൂലുള്ളാഹിന്റെ ഖബർ പൊളിക്കണോന്നും പറഞ്ഞിട്ട് കുറെ എണ്ണം മരിക്കും. അങ്ങനെ മരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറെ മുസ്ലിമീങ്ങൾ വിവരം കെട്ട ഖൗമിന്റെ പേര് ഇളക്കി വിടുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് സൗദി ഗവൺമെന്റ് അത് അവിടെ അങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. മുജാഹിദ് മതത്തിന്റെ സ്ഥാപകനായ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കാലശേഷം വിവിധ കാലഘട്ടങ്ങളിൽ ഈ മതത്തിന്റെ പ്രചാരണം ഏറ്റെടുത്തത് മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള തുടങ്ങിയവരായിരുന്നു. ഈ മതം ഇസ്ലാം മതത്തിന്റെ ബദ്ധവൈരികളായ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളുടെ ഉൽപ്പന്നമായിരുന്നുവെന്ന് മനസ്സിലാവാൻ അധികനാൾ കാത്തിരിക്കേണ്ടി വന്നില്ല. മുജാഹിദ് മതത്തിന്റെ സാമ്രാജ്യത്വ ദാസ്യവേല ലോകം തിരിച്ചറിഞ്ഞു. മുജാഹിദ് മത പുരോഹിതൻ ജമാലുദ്ദീൻ അഫ്ഗാനി സാമ്രാജ്യത്വ സംസ്കാരം ഇസ്ലാം മതത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഏജന്റായി വർത്തിച്ചിരുന്നതായി മുജാഹിദ് മതഗ്രന്ഥങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ബ്രിട്ടീഷ് സഹായത്തോ ടവർ ബാലുദായി മുസ്ലിംകളെ പാല പോഴും കൊല്ലലുമായി തീമിയ ആശയം കോപ്പിയടിച്ചിട്ടുള്ളതാ ചാണിന്റെ ചാണായി നീ കതിൽ തുടരുന്നതാ. അതു കാരണം പേരും ഉണ്ട് അഖിലെ ഹദീസ് ഈ പറയലുമുണ്ട്. ശാന്തസുന്ദരമായ കേരളത്തിൽ പ്രശ്നകലുഷിതമായ സ്ഥിതിവിശേഷം തലപൊക്കിയത് വെള്ളപ്പിശാചുക്കളുടെ ആഗമനത്തോടെയായിരുന്നു. സാമ്രാജ്യത്വ ശക്തികളോട് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്താൻ മുൻപന്തിയിൽ നിന്നത് മുസ്ലിം നേതാക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുത്തുനിൽപ്പ് ആദർശമാക്കി നെഞ്ചിലേറ്റിയ മുസ്ലിം നേതാക്കളെ അമർച്ച ചെയ്യൽ അവരുടെ മുഖ്യ അജണ്ടയായി. ഇനി വരെ വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട്, ഇവിടെ വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ പറയുന്നു, ഈ മർക്കസു സക്കാഫത്ത് സുന്നിയെ പൂട്ടിയിട്ട് സക്കാഫി പട്ട് ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ ഈ കേരളം. ഗ്യാരണ്ടിയാണിത്. കാലഘട്ടത്തിന്റെ ചരിത്രത പറയുന്നത്. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ.
ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. ബ്രിട്ടീഷുകാരുടെ ആക്രമണങ്ങൾ പ്രതിരോധിച്ച് മുസ്ലിം പണ്ഡിതർ ധീരമായി ചുവടുറച്ചു നിന്നു. ഈ അവസരത്തിൽ ബ്രിട്ടീഷ് ശക്തികളെ ഭയന്ന് സ്ത്രീവേഷമണിഞ്ഞ് കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടിയ തയ്യിൽ മുഹമ്മദ് കുട്ടി എന്ന KM മൗലവി മുജാഹിദ് മതത്തിന്റെ പ്രചാരകനായാണ് പിന്നീട് മടങ്ങിവരുന്നത്. മുജാഹിദ് മതത്തിലെ കേരള നേതാക്കൾ മൗലവി KM മൗലവി ചരിച്ച സരണി വെടിഞ്ഞു, മഹാരഥന്മാർ സഹിച്ച ത്യാഗ കഥകൾ പാടി മറന്നു. വക്കം മൗലവി KM മൗലവി ചരിച്ച സരണി വെടിഞ്ഞു, മഹാരഥന്മാർ സഹിച്ച ത്യാഗ കഥകൾ പാടി മറന്നു. മുജാഹിദ് മതം കേരളത്തിൽ ഉടലെടുത്തയുടൻ തങ്ങൾ ചെയ്തു തീർത്ത ചരിത്ര ദൗത്യവും വരുത്തി തീർത്ത വലിയ മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് മുജാഹിദ് മത പുരോഹിതന്മാർ പുലമ്പുന്നു. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, മാലിക് ബിൻ ദീനാറും കൂട്ടരും ഇന്ത്യയിൽ വന്നിട്ടാണ് മുസ്ലിങ്ങളൊക്കെ ഉണ്ടായി. നമ്മളെ കൊണ്ടല്ല, അവരെ കൊണ്ട് നമ്മളുണ്ടായി. നമ്മളെ കൊണ്ടോ കുറെ ആൾ ഇസ്ലാമെന്ന് പുറത്തുപോയി. നമ്മളെ കൊണ്ടോ കുറെ ആൾ ഇസ്ലാമെന്ന് പുറത്തുപോയി. പണ്ടൊക്കെ വയലറിയുമ്പോഴേ വല്ല മലയാളത്തിൽ പഴക്കം പറയുന്നവരെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തല്ലോ ഈ ഓമീൻ മുഹമ്മദ് ബഹുമാനപ്പെട്ട ആദരവായ എവിടെ പോയി പാദരവായി നേന്ത്രവായൊക്കെ അതൊന്നും ഇല്ലല്ലോ. എന്നാ എപ്പോഴാ തുടങ്ങിയത്? മഗ്‌രിബിനോട് തുടങ്ങും മൗലായ സല്ലീവ ലിന്ദായി മനാബ ദാ. പിന്നെ കൽത്തപ്പക്കണ്ട ലേലം, കോഴിമുട്ട ലേലം, പിന്നെ ദ്വാരക്കാൻ കൊടുത്താലെ പൈസ വായിക്കല്, അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഇലാഹദർത്തേക്ക് പോസ്റ്റിങ് ഒക്കെപ്പാടെ കഴിഞ്ഞ് 10-12 മണിക്കാണ് തുടങ്ങുക. അല്ലേ? പാതിരവായതിപ്പോ ഉണ്ടോ? അപ്പൊ ഞങ്ങളെപ്പോലെ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് വയൽ തരാൻ തുടങ്ങിയങ്ങള്. ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? അതിനർത്ഥം ഞങ്ങൾ പെണ്ണുങ്ങളെ പാവാട അടിക്കാൻ നടക്കുകയായിരുന്നു എന്നല്ല. ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കണ്ട. യാസീനിലെ ഒരായത്തിന്റെ അർത്ഥം അറിയുന്ന മുസ്ലിം മരിച്ചെടുത്ത് യാസീൻ ഓതൂല. യാസീൻ മരിച്ചെടുത്ത് ഓതണം എന്ന് പണ്ഡിതന്മാര് പറയൂ? പറയില്ല. യാസീനിൽ ഒരായത്തിന്റെ അർത്ഥം അറിഞ്ഞിരുന്നുവെങ്കിൽ ഏതായത്? ലിയുൻദിറ മൻ കാന ഹയ്യൻ, ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിക്കൽ ഖൗലു അലൽ കാഫിരീൻ. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വേദഗ്രന്ഥം. ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവർക്ക് ഉത്ബോധനം നടത്താനാണ് ഈ ഗ്രന്ഥം. മരിച്ചെടുത്ത് ഓതി കൊടുക്കാനുള്ളതല്ല, മരിച്ചെടുത്ത് ഓതി കൊടുക്കാനുള്ളതല്ല. ഇവിടെ ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക്. ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പില ഒരു സാധനത്തിന് കേട്ടില്ല? മൂപ്പരിയായിട്ട് ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ്. അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം എന്താ? ചോദ്യം എന്നറിയോ? ചോദ്യം അതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്താണോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ? മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ക്ഷമിക്കണേ, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോരുത്, ബാക്കിയുടെ കേട്ടോ എന്താ പറയുന്നത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. എന്താ കാരണം? എന്താ കാരണം? ഒരാള് നമ്മളോട് ചോദിക്കാണ്, കക്കൂസിൽ ഖുർആൻ ഓതലാണോ നല്ലത്, മാതൃഭൂമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പം പറയുമായിരിക്കും. നമ്മൾ കരിമ്പിലാക്കലല്ലോ അല്ലേ? നമ്മൾ ഈമാൻ കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്നവരാണല്ലോ. ആ ആളുകൾ മനസ്സിലാക്കുക, നമ്മൾ പറയും ഖുർആൻ വായിക്കല് തെറ്റും, മാതൃഭൂമി വായിക്കല് കുഴപ്പമില്ല. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിന്റെ ആയത്ത് ഗീശയിലിട്ട് ബാത്റൂം പോകാൻ പാടില്ല. അവിടെ ഒരുത്തൻ ചോദിക്കാണ്, അവിടെ മാതൃഭൂമി വായിക്കാവോ ഖുർആൻ വായിക്കാവോ എന്ന് ചോദിച്ചാൽ മാതൃഭൂമി വായിക്കാം, ഖുർആൻ വായിച്ചൂടാന്നാ മറുപടി. അതാണ് ആദർശം, അതാണ് ആശയം. മരിച്ചെടുത്ത് ഓതാൻ പാടില്ല, നബി ഓതിയിട്ടില്ല. ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനുള്ള. അപ്പോ മരിച്ച വീട്ടിൽ മാതൃഭൂമി ഓതിയാ കുഴപ്പമില്ല, ഖുർആൻ ഓതിയാ കുഴപ്പ. ഈ മാറ്റങ്ങളാണ് മുജാഹിദ് മതക്കാർ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഇത്രയും വിചിത്രമായ ഈ മതത്തിന്റെ വിശ്വാസധാരകളും നിയമവ്യവസ്ഥകളും എന്തൊക്കെയാണെന്ന് ഒരു ലഘു അപഗ്രഥനം നടത്താം. പാഠം 1. ദൈവവിശ്വാസം മുജാഹിദ് മതത്തിൽ. മുജാഹിദുകൾ അള്ളാഹു ആകാശത്തിലാണ് വാദിച്ചു.
മുജാഹിദുകൾ പറയുന്നത് അള്ളാഹു ആകാശത്തിലാണ്, മുജാഹിദുടെ അള്ളക്ക് കൈയുണ്ട്, മുജാഹിദുടെ അള്ളക്ക് കാലുണ്ട്, മുജാഹിദുകളുടെ അള്ളക്ക് അവയവങ്ങളുണ്ട്. അല്ലാഹുവിന് രണ്ട് കൈയുണ്ട്, അവന്റെ രണ്ട് കൈയും വലം കൈയാണ്. കുട്ടികൾ പന്തെറിയുന്നത് പോലെ ഈ ആകാശങ്ങളെ അല്ലാഹു എറിയും. കുട്ടികൾ പന്തെറിയുന്നത് പോലെ അല്ലാഹു ഭൂമിയെ എറിഞ്ഞളയുന്നതാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അല്ലാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫശാ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അവന്റെ രണ്ട് കൈകളും വലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് അടക്കമുള്ള മക്ക മുശ്രിക്കുകളുമായി ഈ മതക്കാർക്ക് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന് ഇവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളും അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. മുജാഹിദുകൾ പറയാറുണ്ട്, മക്കയിലെ മുശ്രിക്ക് അല്ലാഹനെ തള്ളിയവരല്ല, അല്ലാഹുവെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. എല്ലാ കഴിവും അല്ലാഹുവിനുള്ളത് തന്നെയാണ്. അവരുടെ തെൽബിയത്ത് പോലും അതിന് തെളിവാണ്. അല്ലാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അല്ലാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അല്ലാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു, അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ തെൽബിയത്ത് ചൊല്ലിയിരുന്നു, അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അല്ലാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ ഈമാനായിരുന്നു. പാഠം 2. ഇസ്ലാമത പ്രവാചകർ മുജാഹിദ് മതവീക്ഷണത്തിൽ. ഇസ്ലാമത പ്രചാരണത്തിനായി ലോകസൃഷ്ടാവിനാൽ നിയോഗിതരായ പ്രവാചകന്മാരെക്കുറിച്ച് തീർത്തും അബദ്ധജടിലവും വാസ്തവവിരുദ്ധവുമായ വീക്ഷണങ്ങളാണ് മുജാഹിദ് മതമൗലവിമാർ വെച്ചു പുലർത്തുന്നത്. സക്കരിയ നബി KNMന്റെ പ്രസിഡന്റായിരുന്നു അക്കാലത്ത്. അതുകൊണ്ട് MGM പ്രവർത്തകയായ മറിയമിനെ അവിടെ ഇരുത്തി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചത് കുടുംബത്തിന് നടന്നുപോകാനുള്ള ദുനിയാവിന്റെ വെളിച്ചമാണ്. മൂസ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മൂസ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മുസ്ലിമീങ്ങൾക്കൊന്നും അങ്ങനെ അഭിപ്രായമല്ല. അന്ന് മൂസ നബിയായിരുന്നില്ല. പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും? ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം ആ ദജ്ജാലുണ്ടല്ലോ ഓ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായ പറയാറില്ല. ഉള്ളിലുണ്ട്, മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോള് പറയാറുണ്ട്. അതിന്റെ ശേഷം ആ ദജ്ജാലുണ്ടല്ലോ ഓ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായ പറയാറില്ല, ഉള്ളിലുണ്ട്, മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്. ഇത് ഞാനൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ നമ്മളെ മുസ്ലിയാക്കന്മാരെല്ലാം കൂടിയും ഇറങ്ങി. എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാകുരുത്തം കെട്ട കുട്ടിയാണെന്നും വാപ്പ മരിച്ചത് അങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു. പണ്ട് കാസറ്റിൽ തുടങ്ങി. കാസറ്റ് ഇത് മാത്രമാണ് അർത്ഥം. ഇത് നമ്മളുടെ വീക്ഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മോശപ്പെട്ട കുട്ടി വേറുണ്ടാവാൻ സാധ്യത. നമ്മളുടെ വീക്ഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മോശപ്പെട്ട കുട്ടി വേറുണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താ, നമുക്കൊരു കുട്ടി ജനിച്ചിട്ട് കച്ചവടമൊക്കെ ഉഷാറായ ഞങ്ങൾ എന്ത് പറയും? ഒരു കുട്ടി ജനിച്ച ശേഷം കച്ചവടമൊക്കെ പൊളിഞ്ഞും പോയാൽ ഞങ്ങൾ എന്ത് പറയും? ഈ ചെക്കൻ ഉണ്ടായതിന്റെ ശേഷമാണ് ഇതെല്ലാം പൊളിഞ്ഞത്. മറ്റുണ്ടായതിന്റെ ശേഷം കച്ചവടമൊക്കെ ഉഷാറായ എന്ത് ചെയ്യും? ഓൻ എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കലും കായപ്പും ചായയും വാങ്ങിക്കൊടുക്കും, അല്ലെ? കായപ്പും ചായയും ഒക്കെ വാങ്ങിക്കൊടുക്കും. എന്താ, ഓൻ ഉണ്ടായ കാരണത്താലാണ് നമുക്ക് ഒരുപാട് ഹൈർ ഉണ്ടായത്. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്ന്
മനുഷ്യനായി പ്രവർത്തിച്ച് മനുഷ്യനായി ചിന്തിച്ച് മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിനെ അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖവും മൂക്കും പൊട്ടിപ്പിടിച്ചാൽ അദ്ദേഹവും മരിച്ചു. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അല്ലാഹുവിന്റെ റസൂൽ അറബി ഭാഷ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറബി അല്ലാത്തൊരു ഭാഷ അറിയുമായിരുന്നില്ല. അലൈഹി വസല്ലമയെ കുറിച്ച് എം അക്ബർ എന്ന് പറയുന്ന മുജാഹിദ് നേതാവ് പറഞ്ഞു, അറബി പയ്യനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. പാഠം 3. മുജാഹിദ് മതത്തിലെ ആരാധനാലയങ്ങൾ. മുജാഹിദ് മതത്തിന്റെ ആരാധനാലയത്തിൽ ഇസ്ലാമേതര വിശ്വാസികളെപ്പോലെ സ്ത്രീകൾക്ക് പ്രത്യേക കമ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെ കൂട്ടുപ്രാർത്ഥനയോ കുനൂത്തോ പാടില്ല. സ്ത്രീകൾക്ക് പള്ളി ഉത്തമം എന്നുള്ളതും മുത്തുബന്റെ ഭാഷ അറബിയെ മാറ്റുന്നതും മയ്യിത്തിനരികിൽ ഓത്ത് ഖുർആൻ തെറ്റി ഒരു പത്രവായനയെങ്കിലോ അത് ഫസ്റ്റ് ജനാസ വഹിച്ച് കൊണ്ടുപോകും നേരം തുടങ്ങുന്നതാണവർ ഭൗതിക സംസാരം. ചൊല്ലുന്നതോ തഹ്ലീലതെങ്കിൽ കുറ്റമാ, നാവിന്റെയോർക്കൽ മാത്രമെങ്കിൽ പുണ്യമാ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ ോർക്കൽ മാത്രമെങ്കിൽ പുണ്യമാ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാൾ ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ്. ജുമുഅക്ക് ഒറ്റ ബാങ്കുള്ള ഇവരുടെ പള്ളിയിലെ മആശിറ വിളി ഇങ്ങനെയാവാം. إذا صعد الخطيب على المنبر لا تكلم من أحدكم ومن تكلم فقد لغى. ഇസ്ലാമിനോടും മുസ്ലിങ്ങളുടെ ഭാഷയായ അറബിയോടും വിരോധമുള്ള മുജാഹിദ് മതത്തിന്റെ ജുമുഅ ഖുതുബ ഇങ്ങനെയൊക്കെയാണ്. ദാമ്പത്യമാണല്ലോ ഇന്ന് നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്തതും നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നതും നമുക്ക് സ്നേഹമില്ലാതെ പോകുന്നതും. നമ്മൾ മറന്നുപോയി. നബിയുടെ ഖുതുബ എന്ന് പറഞ്ഞാൽ അങ്ങനെ നേലക്കം പാട്ടല്ല. നമ്മൾ മറന്നുപോയി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാരെയും അടുത്ത് വിളിച്ചു. വാക്കുകൊണ്ട് ഒരാളെയും വേദനിപ്പിച്ചിട്ടുള്ള റസൂൽ, പ്രവൃത്തി കൊണ്ട് ഒരാളെയും വേദനിപ്പിച്ചിട്ടുള്ള റസൂൽ. ഈ കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യയെ ഒരാൾ ഫോണിൽ വിളിച്ചു. അവനാരോ ആവട്ടെ, അല്ലാഹുവിന് പുറത്തു കൊടുക്കട്ടെ. എന്റെ പേരിൽ വളരെ ഒരു മ്ലേച്ഛമായ പ്രവൃത്തി അവളോട് വിളിച്ച് സംസാരിച്ചു. എനിക്കതിലൊന്നും വിഷമമുണ്ടായില്ല. 10 കൊല്ലം ജീവിതത്തിൽ ഒരു വാക്കുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയെ വേദനിപ്പിച്ചിട്ടുണ്ട്. നബിയുടെ ഖുതുബ എന്ന് പറഞ്ഞാൽ അങ്ങനെ നേലക്കം പാട്ടല്ല. ഇത് നിങ്ങളോട് പറയല്ല. ഈ അടുത്ത കാലത്ത് അനുഭവിച്ചു പോകുന്ന വേദനകൾക്ക് അറ്റമില്ല. ആരോടൊന്നും ചെയ്തിട്ടല്ല, ജീവിതത്തിൽ പിണങ്ങിയ വാക്ക് പറഞ്ഞിട്ടല്ല, ആരോടൊന്നും ചെയ്തിട്ടല്ല, ജീവിതത്തിൽ പിണങ്ങിയ വാക്ക് പറഞ്ഞിട്ടല്ല. ഈ ജാതിയുടെ വരിക്കാരാവാതിരിക്കാൻ കേട്ടോ. അള്ളാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ലാഹു കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്.
അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. ആരോടൊന്നും ചെയ്തിട്ടല്ല, ജീവിതത്തിൽ പിണങ്ങിയ വാക്ക് പറഞ്ഞിട്ടല്ല. പിന്നെ മുഹമ്മദ് നബി ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമദാനിലാണ്. മുഹമ്മദ് നബി ആയത് റമദാനിലാണ്. അല്ലേ അല്ലേ അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? പിന്നെ റസൂല് ജനിച്ച ദിനം, അതാണ് മുഹമ്മദിന്റെ ദിനം. മുഹമ്മദ് ജനിച്ച ദിനം, അവിടെ നബി ഇല്ല, റസൂലില്ല. നബി ജനിച്ചപ്പോ റസൂലല്ല, അത് ഈസാ നബിയാണ്. അത് ഖുർആൻ വേർതിരിച്ചു പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ തന്നെ നബിയാണെന്ന് ഈസാ നബി പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ നബിയാന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. 40-ാമത്തെ വയസ്സിലാണ് നബിയായത്, ഇറാഖ് വഴിയിൽ വെച്ചാ നബിയായത്, നുബുവത്ത് കിട്ടിയപ്പോ നബിയായത്, അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അല്ലേ? അപ്പൊ നബിദിനം എന്ന് പറയുന്ന വാചകം തന്നെ തെറ്റാണ്. ഈ അടുത്ത കാലത്ത് അനുഭവിച്ചു പോകുന്ന വേദനകൾക്ക് അറ്റമില്ല. ആരോടൊന്നും ചെയ്തിട്ടല്ല, ജീവിതത്തിൽ പിണങ്ങിയ വാക്ക് പറഞ്ഞിട്ടല്ല. പാഠം 4. മുജാഹിദ് മതാചാരങ്ങൾ. ലോകത്തെ ബഹുമുഖ മതങ്ങളിൽ നിന്ന് തീർത്തും വിചിത്രമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് പ്രബുദ്ധ സമൂഹത്തിനു മുന്നിൽ മുജാഹിദ് മതം വെച്ചു വിളമ്പിയത്. ഏർപ്പാടാണിത്, ചാണിന് ചാണായിട്ടിതാ തുടരുന്നത്. ശരിയായ സുന്നത്തോ അവർ തള്ളുന്നു, വേണ്ടാത്ത വിദ്അത്തോ അവർ കൊള്ളുന്നു. മീലാദ് ദിക്റ് മജ്ലിസെല്ലാം തെറ്റ്, നുണ മത്സരം സദസ്സവർക്ക് ഹീറ്റ്. പുതുതായി നടത്തിയ ചര്യകൾ പലതുണ്ട്, രാമന്റെ കോലം കെട്ടലും അതിലുണ്ട്. താലപ്പൊലി പല മേളയും നടപ്പുണ്ട്, സിനിമാ മിമിക്രി നാടകം അതിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചക്കി ചങ്കരനൊത്തതാ, അതുപോലെ ചങ്കരൻ തീർച്ച ചക്കി കൊത്തതാ. കരടിന്റെ കോലം കെട്ടലോ അത് പുണ്യമാ, മീലാദ് റാലി എങ്കിലോ അത് കുറ്റമാ. ഇത്യാദി മജ്ലിസ് തന്നെ സലഫി ഫെസ്റ്റ്, ആത്മീയത അകറ്റുന്നതാണ് ബെസ്റ്റ്. വ്യഭിചര്യയാ തലപ്പാവ് സംശയമില്ല, പരിഹാസമാ സലഫിക്കിതിഷ്ടവുമില്ല. യഥാർത്ഥ മുശ്രിക്ക് കാഫിറല്ല ഇവർക്ക്, മുസ്ലിയാരതാണോ കാഫിറ തലഫീക്ക്. ഓണസദ്യ കഴിക്കുന്നത് തെറ്റല്ലെന്ന് അബ്ദുസലാം സുലൈ പറഞ്ഞു. ജില്ലാ മുജാഹിദ് സമ്മേളനത്തോടനുബന്ധിച്ച് ഓപ്പൺ ഫോറത്തിലാണ് ഇത് സംബന്ധിച്ച് സദസ്സിൽ നിന്ന് ചോദ്യം ഉയർന്നത്. ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാം മതത്തിന് വിരോധമുണ്ടെന്ന ചില മുസ്ലിം കേന്ദ്രങ്ങളുടെ പ്രചാരണത്തിനിടെയാണ് മുജാഹിദ് പണ്ഡിത നിലപാട് വ്യക്തമാക്കിയത്. 2006 മാതൃഭൂമി ഡിസംബർ 11 പുറത്തിറങ്ങിയ ആ പത്രത്തിൽ അത് കാണാം. അപ്പോ ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിനെതിരല്ല. ആരാ പറയുന്നത്? എന്നോ അവസാനത്തിൽ പറയാം, നബിദിനത്തിന്റെ ചോറ് തിന്നാൻ പറ്റൂല. എടാ, ഓണത്തിന്റെ ചോറ് തിന്നാൻ നബിദിനത്തിന്റെ ചോറ് തിന്നാൻ പറ്റൂല. അതെന്താണ് വ്യത്യാസം? അത് നെയ്ച്ചോറ് മറ്റേ സദ്യയാണെന്നുള്ള വ്യത്യാസം. ബാൻഡ് മുട്ടുന്നു, ഇപ്പിളി ഊതുന്നു, കുഴലൂതുന്നു, അതേപോലെ തന്നെ വമ്പാരിയുണ്ട്, വെഞ്ചാമരമുണ്ട്, സത്യക്കുടയുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള ചട്ടിക്കളി മുതൽ ചെട്ടിക്കളി മുതൽ ഓലപ്പീപ്പി മുതൽ അതേപോലെ തന്നെ പല ജാതി കാര്യങ്ങളുമുണ്ട്. കരിമരുന്ന് പൊട്ടിക്കുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലേ സഹോദരൻ?
അൻസാർ അറബി കോളേജ് ആരാ നടത്തുന്നത്? മുജാഹിദ് പ്രസ്ഥാനത്തെ പുലർത്തിയതിനു ശേഷം അൻസാർ അറബി കോളേജിൽ നിന്ന് അതിന്റെ കമ്മിറ്റിയിൽ നിന്ന് CPM മുസ്ലിമി പോലെയുള്ള ആളുകളെ മുഴുവൻ പുറത്താക്കി നിഷ്പക്ഷത പോലും നിലനിർത്താതെ നിങ്ങൾ അടക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന അൻസാർ അറബി കോളേജ് അതിന്റെ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ള വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന ചില കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ അടുക്കൽ. അതൊന്ന് കണ്ടെടുക്കൂ നിങ്ങൾ. ഇത് സുന്നത്താ, ഇത് തൗഹീദാ. പ്രായപൂർത്തിയായ സ്ത്രീകളെ കൊണ്ട് പരസ്യമായി സ്റ്റേജിൽ വന്ന് ഈ രീതിയിലുള്ള നൃത്തങ്ങളും അഭിനയങ്ങളൊക്കെ നടത്തിച്ചതാരാ? ആരാ നടത്തിച്ചിട്ടുള്ളത്? മറുപടി പറയണം കേൾക്കാൻ സക്കരിയ. എന്തേ നിങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? ഇപ്പൊ ഇതാണ് വസ്തുത. ഇനി പോകട്ടെ, SNM എടുത്തു നോക്കൂ നിങ്ങൾ. പരപ്പനങ്ങാടിയിലെ ഇഷാത്തുൽ ഇസ്ലാം സംഘം നടത്തുന്നതാണ് SNM. ആ ഹൈസ്കൂള് അതും ഇതുപോലെയുള്ള വാർഷികം നടത്തിയിട്ടുണ്ട്. ഇതേ കാലയളവിൽ ഈ വാർഷികം നടത്തിയിട്ടുണ്ട്. SNM നടത്തുന്ന കമ്മിറ്റി ഇഷാത്തുൽ ഇസ്ലാം സംഘം മുജാഹിദ് സെന്ററിൽ അഫിലിയേഷൻ ഉള്ളതാണ്. മാത്രവുമല്ല, മുജാഹിദ് പ്രസ്ഥാനം പിളർന്നതിനു ശേഷം മധ്യസ്ഥത വഹിക്കാൻ വന്നിരുന്ന
ആ പറഞ്ഞു തീർക്കാൻ വേണ്ടി വന്നിരുന്ന ആളുകളെ പോലും ആ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി അബ്ദുൽ ലത്തീഫ് മദനി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ സ്വന്തമാക്കി മുജാഹിദ് സെന്ററിൽ അഫിലിയേഷൻ നടത്തിയിട്ടുള്ള സ്കൂളല്ലേ അത്. അതിന്റെ വാർഷിക ഇതുപോലെയുള്ള ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന പരേഡൊന്ന് കണ്ടോളൂ നിങ്ങൾ. ബാൻഡ് മുട്ടുന്നു, ഇപ്പിളി ഊതുന്നു, കുഴലൂതുന്നു, അതേപോലെ തന്നെ വമ്പാരിയുണ്ട്, വെഞ്ചാമരമുണ്ട്, സത്യക്കുടയുണ്ട്, അങ്ങനെ പല രൂപത്തിലുള്ള ചട്ടിക്കളി മുതൽ ചെട്ടിക്കളി മുതൽ ഓലപ്പീപ്പി മുതൽ അതേപോലെ തന്നെ പല ജാതി കാര്യങ്ങളുമുണ്ട്. കരിമരുന്ന് പൊട്ടിക്കുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്. കണ്ടോ? ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ, സാക്ഷാൽ സലാഹുദ്ദീൻ മദനി ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് ദീപം കൊളുത്തുന്ന ചിത്രമാണിത് അല്ലേ? സലാഹുദ്ദീൻ മദനിയാണത്. ചവറ, കൊച്ചിയിൽ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഒരു നിലവിളക്ക് കത്തിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി അതെന്നെ കേട്ടോളി കേട്ടോ. അമ്പലത്തിലേക്ക് തേങ്ങയുടക്കൽ ചടങ്ങിന് അദ്ദേഹം തേങ്ങ ദാനം ചെയ്തു. മനോരമയുടെ ശ്രീയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അതിലിതാ ഒരു പ്രത്യേക ലേഖനം, മൈത്രിയുടെ ദേവാലയങ്ങൾ. മങ്കട പള്ളിയുടെ ഫോട്ടോമാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, മങ്കട ജുമുഅത്ത് പള്ളിയുടെ 400 മീറ്റർ ദൂരെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്ഷേത്രം നിലനിന്നിരുന്നതായി കണ്ടെത്തിയിരുന്നു. 700 വർഷം ക്ഷേത്രത്തിൽ പൂജ നടന്നതായും ദേവപ്രശ്നത്തിൽ കണ്ടിരുന്നു. എന്നിട്ട് അങ്ങനെ പറയാണ്, പലപ്പോഴായി ഇവിടെ നിന്ന് ക്ഷേത്രാവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവും അതിനോട് ചേർന്ന പറമ്പും പലർക്കായി വിറ്റു. പല കൈകളിലൂടെ മാറി ഒടുവിൽ സ്ഥലം മങ്കടയിലെ തയ്യിൽ അബ്ദുറഹ്മാന്റെ ഭാര്യ തയ്യിൽ മറിയുമ്മയുടെ അവകാശമായി മാറി. മറിയുമ്മയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം മങ്കടയിലെ ഹിന്ദു സഹോദരന്മാർക്ക് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ദാനമായി നൽകിയത്. ക്ഷേത്രം നിർമ്മിക്കാനായി ദേവപ്രശ്നം നടത്തിയ സമയത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തോട് ചേർന്നുള്ള പറമ്പ് കൂടി വിട്ടുകിട്ടണമെന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞു. ക്ഷേത്ര പറമ്പിനോട് ചേർന്ന് നന്നായി തേങ്ങ വിളഞ്ഞിരുന്ന 2 ഏക്കർ പറമ്പ് കുറഞ്ഞ വിലക്ക് നൽകാനും മറിയുമ്മ തയ്യാറായി. 1997 മങ്കട മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായി. ക്ഷേത്രത്തിൽ ആദ്യത്തെ തേങ്ങയുടക്കൽ ചടങ്ങിനുള്ള തേങ്ങ മറിയുമ്മയുടെ സഹോദരനായ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ് നൽകിയത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, വിവിധ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും മിമിക്രി, അതുപോലെ തന്നെ പ്രച്ഛന്ന വേഷം, അതുപോലെ തന്നെ കയറിൽ തൂങ്ങിയിട്ടുള്ള ഒരു മത്സരം, പിന്നെ അക്കൂട്ടത്തിൽ വേറെ അതേപോലെ തന്നെ കളവ് പറയൽ മത്സരം. ഈ കളവ് പറയൽ മത്സരം ഞങ്ങളെ അസ്ഗർ അലി സാഹിബാണ് ഇത് അടുത്ത ഇനം ഇന്നതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ സ്റ്റേജിലിരിക്കുന്ന ഈ സാമാജികരുണ്ടല്ലോ, ഇവര് പറഞ്ഞു നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നമ്മൾ മുജാഹിദുകൾ എന്നുള്ള നിലയ്ക്ക് കളവ് മത്സരം എന്നൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അസ്ഗർ അലി സാഹിബ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. അതായത് ഇപ്പോ നബിന്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സഹാബികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ. അപ്പൊ പിന്നെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു. ഞങ്ങളിപ്പോ ഞങ്ങളെ നേതാക്കന്മാരല്ലേ, ഞങ്ങളെക്കാളും കൂടുതൽ പാണ്ഡിത്യവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഗൈഡ് വരുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചു, പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്തുന്ന ഓരോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചും ഓരോരുത്തർ ഈ മത്സരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത്. ഈ ഗ്രൂപ്പ് നിർദ്ദേശിച്ചു നിങ്ങൾ പങ്കെടുത്താൽ മതിയാണ്. അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ല, എനിക്കാണ് അതിൽ ഫസ്റ്റ് കിട്ടിയത്. കൂടുതൽ പോയിന്റ് നേടി എന്നുള്ള നിലയ്ക്ക് കലാപ്രതിഭ എന്നുള്ള നിലക്കും എന്നെയാണ് തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ അതിന് സമ്മാനങ്ങൾ കിട്ടിയത് പിന്നെ 6ഓളം സോപ്പും പെട്ടി, പിന്നെ അതുപോലെ തന്നെ റെക്സോണ സോപ്പ്, ഇതൊക്കെയാണ് കിട്ടിയത്. അതിലിപ്പോ ആ സമ്മാനത്തിൽ ഒന്നാണിത്, ഒരു സോപ്പും പെട്ടിയാണിത്. അതായത് ഡീലക്സ് അമല എന്ന് പറയുന്ന സോപ്പും പെട്ടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പാഠം 5 മുജാഹിദ് മതാചാര്യന്മാർ. ഇസ്ലാം മതത്തിന്റെയും പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും ബദ്ധവൈരികളാണ് അവരുടെ ആചാര്യന്മാർ. ഇവരെ നമുക്ക് പരിചയപ്പെടാം. ഭഗവത്ഗീത 2-ാം അധ്യായം 37-ാമത്തെ സൂക്തം. ഹദോവ പ്രാപ്സ്യസി സ്വർഗം, ഹദോവ പ്രാപ്സ്യസി സ്വർഗം ജിതോവാ ഭോക്ഷ്യസ്യേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. എന്താ ഇവിടെ? ഹദോവ പ്രാപ്സ്യസി സ്വർഗം. അർജുന, യുദ്ധത്തിൽ രക്തസാക്ഷിയായാൽ ഷഹീദായാൽ പ്രാപ്സ്യസി സ്വർഗം, സ്വർഗത്ത് പോകാം. അപ്പൊ ഇതൊക്കെ എന്തറിയോ? പ്രവാചകന്മാരായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അൽഹാജി അബൂജഹൽ, അൽഹാജി അബൂലഹബ്, അൽഹാജി വലീദ് ഇബ്നു മുഗീറ.
ഇവിടെയുള്ള ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുത്ത് അദ്വാനിയും വിനയകത്തിയാറും അശോക സിംഗാളും എല്ലാവരും ആദമിന്റെ മക്കളാണ്, എല്ലാവരും തങ്ങന്മാരാണ്. പാഠം 6. ഇതര മതങ്ങൾ മുജാഹിദ് മതവീക്ഷണത്തിൽ. മുജാഹിദ് മതവീക്ഷണത്തിൽ മുജാഹിദേതര സകല മതങ്ങളെയും പ്രത്യശാസ്ത്രങ്ങളെയും കുറിച്ച് അത്യന്തം സങ്കുചിതമായ കാഴ്ചപ്പാടുകളാണ് വെച്ചു പുലർത്തപ്പെടുന്നത്. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ, അത് അഹ്ലു കിതാബുകാരുടെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ, അത് അഹ്ലു കിതാബുകാരുടെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ, അത് അഹ്ലു കിതാബുകാരുടെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. പാഠം 7. മുജാഹിദ് മതത്തിലെ പരാക്രമണങ്ങൾ. തൗഹീദിന്റെ മൊത്തക്കുത്തക അവകാശപ്പെട്ട് രംഗത്തു വന്ന മുജാഹിദ് മതക്കാർക്ക് തങ്ങളുടെ വികലമായ വിശ്വാസാചാരങ്ങൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ അതിനീചവും നികൃഷ്ടവുമായ പല തോന്നിവാസങ്ങളും കാണിക്കേണ്ടി വന്നു. ഡോക്ടർ ഉസ്മാൻ വളരെ നേരത്തെ പറയുന്ന ഒരു വിഷയമുണ്ട്. ഞാൻ കുറെ ആലോചിച്ചു, അപ്പൊ അത് പറയാൻ തന്നെ വേണം. അതിന് എനിക്ക് ബോധ്യപ്പെട്ടു കേട്ടോ. എന്റെ അത്രയൊന്നും അദ്ദേഹം കിതാബൊന്നും ഓതി പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ വാക്ക് വളരെ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്താണെന്നറിയോ, ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അല്ലാഹു മാലിക്കുകളെ ആക്കും. കുറച്ച് കിതാബ് ഓതി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ, ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. ഞാൻ ഒരു കാര്യം ഉറച്ചു പറയുന്നു, SSF, SSF, SKSSF, SYS ഇതിന്റെ മോളൊക്കെ കരിവാരി തേച്ചിട്ട് സ്വർഗത്തിന്റെ വഴി സ്വീകരിക്കുക, അള്ളാഹുവിന്റെ വീട് സ്വീകരിക്കുക. നരകത്തിലേക്ക് നയിക്കപ്പെടാതിരിക്കണമെങ്കിൽ, നരകത്തിന്റെ അവകാശിയാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശംസുൽ ഉലമായെ തള്ളുക, താജുൽ ഉലമായെ തള്ളുക, ഖമറുൽ ഉലമാമാരെ തള്ളുക. ഷംസും ഖമറും നജുമും താജുകളുമൊക്കെ നമ്മെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക. അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയില്ല. പാഠം 8. മുജാഹിദ് മതത്തിലെ പെണ്ണ് കാണൽ. തല്ലുകൊള്ളാതെ പെണ്ണ് കെട്ടാൻ മുജാഹിദ് മതപ്രകാരം പ്രയാസമാണ്. അങ്ങനെ പെണ്ണ് കാണുമ്പോ വളരെ നേരത്തെ തന്നെ എന്തൊക്കെ ആലോചിക്കണോ? 10 കൊല്ലം ആടിന് മേക്കുക, അതാ മഹർ. ചിന്തിക്കണം. എനിക്ക് കേട്ടോ. പക്ഷേ എന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഭാര്യനെ സെലക്ട് ചെയ്യുന്നത് 1.5 മിനിറ്റ് കൊണ്ടാ. ഇങ്ങനെ ചിന്തിക്കണേ, പറയുന്നത് ശരിക്ക് ചിന്തിക്കണോ? പെണ്ണ് കാണാൻ പോണ്ടേ? ആ പോണം. നമ്മുടെ തലശ്ശേരി ഉസമട്ടമ്മൽ ഒരു പെൺകുട്ടിയുണ്ട്. നാളെ മോളാ, ഡിഗ്രിക്കാ പഠിക്കുന്നത്. ശരി, എന്നാ പൊന്ന് പോവുക? ഞായറാഴ്ച പോവാം. ശരി, നീ കൂടെ വരുമോ? ആ ഞാൻ കൂടെ വരാം. അങ്ങനെ പോയി അവിടെ ചെന്ന് ആദ്യം തന്നെ ഒരു ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ, കാണാൻ പോവുകയാണല്ലോ. അപ്പൊ അവിടെ ഇരിക്കും കൊലായില്. അപ്പൊ മോളെ അണിയിച്ചൊരുക്കിയൊക്കെ ഒരു റൂമില് കണ്ടോളി മേടിച്ചല്ലോ. എന്താ പേര്? ആമിന. എത്ര പഠിക്കുന്നത്? ഡിഗ്രിക്ക്. നേവട്ടെ എത്ര? 1/2 മിനിറ്റ്. ഒരു സ്ഥലത്തൊരു പെണ്ണുണ്ട്. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ആ പെൺകുട്ടി ഇന്നേരത്താണ് പഠിക്കുന്നത്, ഇന്ന സ്ഥലത്താണ്. എന്തു വേണമെന്നറിയോ? യുവാക്കളോടാട്ടോ, വിവാഹിതരാകാത്ത യുവാക്കളോട് നിങ്ങൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്, അതുകൊണ്ടാ പറയുന്നത്. പെണ്ണുണ്ടെന്ന് കേട്ടാ പോയി കാണരുത്, ഒരിക്കലും പോയി കാണരുത്. ആ പെണ്ണ് ഏത് കോളേജിലാ പഠിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കോളേജ് പഠിക്കണാണെങ്കിൽ ആ കുട്ടി ഏത് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അവള് കയറുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ ബസ്സിൽ നിങ്ങൾ അവളെ ഫോളോ ചെയ്ത് കയറുക. അവളുടെ ബസ്സിലെ നിപ്പ്, ബസ്സിലെ ഇരുത്തം, ബസ്സിലെ പെരുമാറ്റം, ബസ്സിലെ അവളുടെ ബിഹേവിയർ, അവളുടെ മറ്റ്
അംബീഷൻസുകൾ, അഭിലാഷങ്ങൾ, അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ, കാര്യങ്ങൾ നിങ്ങൾ കാണും. ബസ് ഇറങ്ങിയിട്ട് അവൾ കോളേജിലേക്ക് പോകുന്നത് എങ്ങനെ? കോളേജിലെ കുട്ടികളോട് അവൾ എങ്ങനെ? കോളേജിലെ ടീച്ചേഴ്സിനോട് അവൾ എങ്ങനെ? പരിശോധിക്കണം. കുട്ടിക്കാലത്ത് 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ പ്രിൻസിപ്പാളിനെ ഹെഡ്മാസ്റ്റർ ചെന്ന് കാണണം. മാഷേ, ഇന്ന ആളുടെ ഇന്ന മകള് ഇന്ന കാലത്ത് ഇന്ന രജിസ്ട്രേഷന്റെ കീഴിൽ ഇവിടെ പഠിച്ചിരുന്നു. അപ്പൊ ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യുമ്പോ അവളുടെ കൂട്ടുകാരികളോട്, അവളുടെ കൂടെ പഠിച്ചവരോട്, അവളെ പഠിപ്പിച്ച ടീച്ചർമാരോട്, അവളുടെ നാട്ടുകാരോട്, അവളുടെ പിന്നാലെ അവളറിയാതെ അവളെ നിങ്ങൾ പരിശോധിക്കണം. പാഠം 9. മുജാഹിദ് മതത്തിലെ ആധുനിക നേതാക്കൾ. വേറെ ഒന്നും കണ്ടിട്ടല്ല. ഞങ്ങളുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാ. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ. ഊതിയ പറഞ്ഞു. അങ്ങനത്തെ ഒരു മനുഷ്യൻ. യാതൊരു ജാടയില്ല. തലപ്പാവിന്റെ ഊക്കില്ല, ജുബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ, കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ കാറില്ല, തക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ. റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോ വിളിക്കുക, ബഷീറേ ഇന്നൊരു സെക്സ് പടം വന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോവാ, ടിക്കറ്റ് ഞാൻ എടുത്തു തരും. അതിനെന്താടാ, ഇന്നലെ നിനക്ക് ഞാൻ എടുത്തു തന്നില്ല, ഇന്ന് ഞാൻ എടുത്തു തരും. അപ്പൊ രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തും ഈ പ്രസംഗം കേൾക്കുന്ന പോലെ സെക്സ് സിനിമ കാണുമ്പോ ഇയാളിൽ നിന്ന് ഇയാൾക്ക് എന്താ പിടിക്കാൻ? ഒരുപക്ഷെ അയാൾ ഒരു നല്ല മലയാള സിനിമ കാണാൻ പോകുന്നിടത്തുനിന്നായിരിക്കും മുസ്ലിമായോ സെക്സ് കാണാൻ വിളിച്ചുകൊണ്ടുപോവുക. പിന്നെ എന്താ മുസ്ലിമിൽ നിന്ന് അമുസ്ലിമിന് കിട്ടാൻ പുതിയതെന്തെങ്കിലും ഉണ്ടോ ഇന്നത്തെ കാലത്ത്? ഈ വിഷയം വേണ്ടായിരുന്നു അല്ലേ? ഈ നമ്മളെ പറ്റിയാ പറഞ്ഞു തുടങ്ങി. അതെ, നമ്മളെ പറ്റിയാ പറയുന്നത്. A to Z, തുടക്കം മുതൽ ഒടുക്കം വരെ. തല അൽ ബദർ മൗലൂദിനെ, തല അൽ ബദർ മൗലൂദിനെ, തല അൽ ബദർ. മുജാഹിദ് പള്ളി എവിടെയാ കുട്ടിയാലേ? മുജാഹിദ് പള്ളി എവിടെയാ കുട്ടിയാലേ? മുജാഹിദ് പള്ളി എവിടെയാ കുട്ടിയാലേ? ഞാൻ മുജാഹിദാണ്. ചില ആൾക്കാർ നിങ്ങളെ വലിയ മുജാഹിദല്ലേ, നിങ്ങൾ മൂപ്പര് കണ്ടില്ലേ, മൂപ്പര് നാളെ വെള്ളടിച്ചല്ലോ. ഇതോ സയ്യിദുൽ ഖതീബ് വലൽ മിൻബരി ലാ തകല്ലം മിൻ അഹദികും വമൻ തകല്ലമ ഫഖദ് ലഗാ. മറ്റോ വന്നിട്ട് ഇലാ ഹദ്റത്തിഹിൽ ഫാത്തിഹുൽ അംബിയാഇ വസ്സുഹദാഇ വസ്സദ്ദീഖീന വസ്സാലിഹീൻ. ചൂടാണ് കുൽഫിയറിയ. എടാ, ആളങ്ങനെ കാണുമ്പോ ചിലര് അസ്സലാമു അലൈക്കും സലാം, നിങ്ങളിപ്പോ അവിടെ, ഞാനോ, ഞാൻ നിങ്ങളവിടെ എവിടെ നിർത്തേണ്ടത് ഒരു പുറത്തും ഉണ്ടാവില്ല. വലാനാബിദും മാപത്തും വലാ അൻതും ആബിദുന മാബുദ് നീട്ടിയൊക്കെ നോക്കിയാത്ത തേങ്ങ നായികിത്യമായി കുടുങ്ങി. സഹിക്കവയ്യ. അതാ ഏറ്റവും വലിയ ബോംബിന്റെ നാവ്. നിങ്ങളൊക്കെ നിൽക്കുന്ന അതുകൊണ്ടാ. എന്നൊരു കതിനവടി എന്നൊരു കതിനവടി. മാന്യ പ്രേക്ഷകരെ, ഇത്രയും നാം കണ്ടതും കേട്ടതും ഈ ബഹുവിചിത്രമായ മുജാഹിദ് മതത്തിന്റെ അതിനികൃഷ്ടമായ വാദഗതികളും വേദകൗതുകങ്ങളുമാണ്. കേവലം ജഡവൽക്കരിക്കപ്പെട്ട സൃഷ്ടാവിനെ പ്രതിഷ്ഠിക്കുകയും അപഹാസ്യനായ പ്രവാചകനെ സമർപ്പിക്കുകയും ആധ്യാത്മിക ജ്ഞാന ജ്യോതിസുകളെ 4ാം കിട പൊട്ടവിദ്യകളിലൂടെ കരിവാരിത്തേക്കുകയും ചെയ്യുന്ന ഈ അനിതര സാമ്പ്രദായികമായ മതമെഴുന്നള്ളിപ്പിനെ നാം തിരിച്ചറിയുക. ഇസ്ലാം മതത്തിന്റെ നിരവധി പള്ളികൾ മുസ്ലിം വേഷം കെട്ടി തട്ടിയെടുക്കുകയും നിരവധി മഹാത്മാക്കളുടെ മക്ബറകളും മസാറുകളും തല്ലിത്തരിപ്പണമാക്കുകയും ചെയ്ത് നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഈ വഞ്ചകരുടെ തട്ടുതകർപ്പൻ തിട്ടൂരങ്ങളെ ചീട്ടുകൊട്ടാരം കണക്കെ തകർത്തെറിയുന്ന ഈ ചരിത്ര സഞ്ചാരത്തിൽ നിങ്ങളും അണിചേരുക. വെറുക്കപ്പെട്ട മുജാഹിദ് മതം തുലയട്ടെ, മാനവികതയുടെ ഇസ്ലാം മതം നീണാൾ വാഴട്ടെ, അതിജയിക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രവാചക പരിഹാസത്തിന്റെ 4ാം കിട ചുട്ടുവിദ്യകളുമായി ഊരു ചുറ്റിയ മുജാഹിദ് മത പുരോഹിതന്മാർക്ക് വായടപ്പിന് മറുപടിയുമായി സുന്നി പണ്ഡിതർ നടത്തിയ ക്ലിപ്പിംഗ് സഹിത ഗണന പ്രഭാഷണങ്ങളുടെ അമൂല്യ സമാഹാരം
പടയോട്ടം വീഡിയോ ഡോക്യുമെന്ററി 2ാം ഭാഗം ഏറ്റവും പുതിയ ക്ലിപ്പുകളോടെ ഉടൻ പുറത്തിറങ്ങുന്നു.